നമ്മുടെ കേരള PSCയുടെ പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്കിപ്പം കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് മുൻപായിട്ട് നമ്മൾ 2026 ഇപ്പോൾ നടക്കാൻ പോകുന്ന APO, അതായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വനിതകളുടെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻ അതുപോലെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കുക കാര്യത്തിലേക്ക് കിടക്കാം. സോ ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് നമ്മുടെ PSCക്ക് വേണ്ടിയിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടി കംപ്ലീറ്റ് സിലബസ് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ച സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിട്ട് അതേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഫീമെയിൽ പ്രിസൺ ഓഫീസറിന്, അതായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് നിലവിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 18 ചോദ്യമാണ്. 20 ചോദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൽ നിന്ന് 18 എണ്ണം, അതായത് 20 ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള PDF-ൽ നിന്ന് ഏകദേശം 18 എണ്ണം കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു. ബാക്കിയുള്ള മിസ്റ്റേക്ക് കൊണ്ട് പോയി എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് അവരുടെ അടുത്തുനിന്നൊരു ഫോൾട്ട് വന്നുകൊണ്ട് കയ്യിൽ നിന്ന് പോയതാണ്, അത്രക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള PDF ആണെന്ന് ഒരു സുഹൃത്ത് ഇവിടെ മെസ്സേജ് അയച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും നല്ല PDF ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. പിന്നെ ഏകദേശം സൈറയുടെ 10 ദിവസത്തെ സ്റ്റഡി പ്ലാനും കൂടി പരീക്ഷ എടുക്കുന്നതിൻ്റെ അടുത്തായിട്ട് നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾ വർഷങ്ങളോളം പഠിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. എന്തായാലും നമുക്ക് പ്രിസൺ ഓഫീസറിൻ്റെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ കൺഫർമേഷൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് PDF മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ടീം തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇപ്പോൾ നിലവിൽ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ കൺഫർമേഷൻ തുടങ്ങിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 420/2025 ആണ്. അപ്പോൾ ഏകദേശം 7/2/2026 മുതൽ 26/2/2026 വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുക. അതിന് മുൻപ് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം. എങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറണം. പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ടാബ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം നൗ എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. 26/2/2026 മുൻപായിട്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം. പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസിലേക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയായിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കൺഫേം നൗ എന്നുള്ള ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പരീക്ഷ നടക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡേറ്റ് എപ്പോഴാണ് പരീക്ഷ നടക്കുന്നത്? നമുക്ക് 18/4/2026 സാറ്റർഡേ ആണ് പരീക്ഷ നടക്കുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മുടെ എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, താലൂക്ക് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൺഫർമേഷൻ, ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്തുകൊണ്ട് കൺഫേം നൗ എന്നുള്ള സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. സോ മുകളിലെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അതും കൊടുത്ത് കൺഫേം നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ കൺഫർമേഷൻ റിസീവ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ഓക്കെ ബട്ടൺ വന്നു, അത് ഓക്കെ കൊടുത്തതിന് ശേഷം മൊബൈൽ ഫോണിൽ നിന്ന് ക്ലിക്ക് ആകും, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാം. ഓക്കെ കൊടുത്ത് കൺഫേം ആയിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഓക്കെ പ്രസ് ചെയ്തു, സംഭവം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കൺഫേം കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ പേപ്പർ, എവിടെയാണ് എക്സാം ഡിസ്ട്രിക്ട് എടുത്തത്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഹൈഡ് ചെയ്തത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് PSCയുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് ഇപ്പോൾ കൺഫേം ചെയ്യാൻ സാധിക്കും. പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അപേക്ഷിച്ചില്ല, ചിലവർക്ക് അത് അറിയാതെ ഉണ്ടാവും. നിങ്ങൾ അപേക്ഷിച്ച അതേ വെബ്സൈറ്റിൽ കയറുക, എന്നിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക വെച്ചാൽ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ്, OTP ഒക്കെ കൊടുത്ത് കയറിയിട്ട് ഇപ്പം ഞാൻ കാണിച്ച അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.